സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ദിയ മാം നമ്മളെ അറിയിച്ചിരുന്നത്. എന്നിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? വന്ന് കയറി അവർ സംസാരിച്ചു തുടങ്ങി. ഫോളോഡ് ബൈ മൈ ഹോൾ ഫാമിലി. എല്ലാവരും അവിടെ വന്നു ഇവരോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാം സത്യവും പറഞ്ഞു. ഇവർ പറഞ്ഞതുപോലെ നമ്മൾ എടുത്തു പോയതാണ്, പറ്റിപ്പോയതാണ്. ഇതൊക്കെ അപ്പോൾ കണക്ക് ചോദിച്ചപ്പോൾ ഇവർ കണക്ക് അറിയില്ല, എന്നൊക്കെ എടുത്തു എന്നറിയില്ല, കുറേ കാലമായിട്ട് എടുക്കുകയാണ്, നമ്മളോട് ക്ഷമിക്കണം. ഇതാണ് അവർ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. സത്യം എന്താണ് ചെയ്യുന്നത്? സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. നാണമില്ലടാ നിനക്ക്. എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? അഭിനേതയ്ക്ക് അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണോ ചെയ്തോണ്ടിരുന്നത്? ഇതേ ഇന്നൊന്നിലും തുടങ്ങിയതല്ല. നീ ഇവിടെ നിൽക്കണമെന്നില്ല, പൊക്കോളൂ.